ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനായി വടംവലി തുടങ്ങി. 3 സീറ്റുകളിലാണ് ഒഴിവുവരുന്നതെങ്കിലും നിയമസഭയിലെ നിലവിലെ അംഗബലമനുസരിച്ച് 2 പേരെ ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയൂ. ഒരാളെ UDF-നും വിജയിപ്പിക്കാം. ലോക്സഭയിൽ 3-ാം സീറ്റിന് പകരമായി ഇക്കുറി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്ന് നേരത്തെ തന്നെ UDF-ൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തർക്കമില്ല. എന്നാൽ ഇടതുമുന്നണിയുടെ സ്ഥിതി അതല്ല. ഒരു സീറ്റ് ജോസ് കെ മാണി ഒഴിയുന്നതായതുകൊണ്ട് അതിന് അവകാശവാദം അവരുന്നയിച്ചു കഴിഞ്ഞു. CPIയുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ല. ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. 2009 മുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം UDF മുന്നണി വിട്ട KM മാണിയെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യസഭാ സീറ്റ് നൽകിയാണ് മടക്കിക്കൊണ്ടുവന്നത്. അന്ന് കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചത്. പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട് ഇടതുമുന്നണിയിൽ എത്തിയപ്പോൾ ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വവും രാജിവെച്ചുവെങ്കിലും ആ സീറ്റ് ഇടതുമുന്നണി അവർക്ക് തന്നെ നൽകി. കേരള കോൺഗ്രസിനെ പോലെ തന്നെ മുന്നണി മാറി വന്നപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കും രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു. അവർക്ക് പക്ഷേ ഒരു തവണ എന്ന ഉപാധി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സീറ്റ് നൽകിയത്. കാലാവധി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്തു. അതിലവർക്ക് കടുത്ത നീരസവുമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും RJDക്ക് സീറ്റ് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി രാജ്യസഭയിലേക്ക് അവരും അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. 2 സീറ്റിൽ 1 CPM എടുക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ സ്ഥാനം ഒഴിയുന്നവരിൽ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ മറ്റേയാൾ പാർട്ടിയുടെ ചെയർമാനാണ്. 3 വർഷം വീതം പങ്കിടാമെന്ന് വെച്ചാൽ അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും. വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ സീറ്റ് കൈവിട്ടു പോകും. അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 26-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. പണ്ട് RSP ഇടതുമുന്നണി വിടാൻ തന്നെ കാരണം അന്ന് രാജ്യസഭാ സീറ്റ് നൽകാത്തതായിരുന്നു. മുമ്പ് രാജ്യസഭാ സീറ്റ് തർക്കം വന്നപ്പോൾ 2 സീറ്റിൽ 1 CPM എടുക്കുകയും മറ്റേ സീറ്റ് 3 വർഷം വീതം 2 കക്ഷികൾക്കായി പങ്കിടുകയും ചെയ്തിരുന്നു. ഇത്തവണ 2027-ൽ രാജിവെച്ച് ഒഴിവ് സൃഷ്ടിച്ചാലും അപ്പോൾ ഭരണത്തിലുണ്ടാകുമെന്ന് ഉറപ്പില്ല. 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. രാജ്യസഭാ സീറ്റ് വിഷയം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുമെന്നും LDF-ഉം CPM-ഉം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നുമാണ് വിശ്വാസമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം പറഞ്ഞു. ഇടുക്കി, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം പാർലമെൻറ്റ് സീറ്റുകളിൽ LDF ഉജ്ജ്വല വിജയം നേടും. കേരള കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശം LDF-ന് തുടർഭരണം ലഭിക്കാൻ വഴിയൊരുക്കി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. മോദി ഗ്യാരണ്ടി പ്രചാരണം BJPക്ക് തിരിച്ചടിയായെന്നും പ്രധാനമന്ത്രിയുടെ പദവിയിലിരുന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത പച്ചയായ വർഗീയത പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് മോദിയും കൂട്ടരും ശ്രമിക്കുന്നതെന്നും ജോസ് കെ മാണി ആരോപിച്ചു.